പ്രിയപ്പെട്ടവരെ, സംഗമം സോഫ്റ്റ്വെയർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കലിനുള്ള അപേക്ഷ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന രീതിയാണ്. ആദ്യമായി ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. മൊബൈൽ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന 4 മെനുകളിൽ റിക്വസ്റ്റ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോണ്, വിത്ഡ്രോവൽ, പ്രീവിയസ് റിക്വസ്റ്റസ് എന്ന 3 മെനുകൾ കാണും. അതിൽ വിത്ഡ്രോ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എമൗണ്ട് എന്നെടുത്ത് അവർക്ക് എത്ര രൂപയാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് ആ എമൗണ്ട് ക്ലിക്ക് ചെയ്യുക. 7,300 കൊടുത്തത്. ഇനി അടുത്തത് വിത്ഡ്രോവൽ റിക്വയർഡ് ഡേറ്റ് ആണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു കലണ്ടർ വരും. ഇവിടെ നമുക്ക് മുമ്പോട്ടുള്ള തീയതികൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കലും പിറകോട്ടുള്ള ഡേറ്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ 30-ാം തീയതി സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ റിക്വയർഡ് ഡേറ്റ് വന്നു. ഇനി നമുക്ക് പർപ്പസ് ഓഫ് വിത്ഡ്രോവൽ എന്ന് വെച്ചാൽ ഈ വിത്ഡ്രോവലിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ലോൺ റീപേയ്മെൻറ്റ്. ഇവിടെ ഒരിക്കലും ഇംഗ്ലീഷ് അല്ലാത്ത മറ്റ് ലാംഗ്വേജുകൾ സിസ്റ്റത്തിന് സോഫ്റ്റ്വെയറിന് റീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യുക. പിന്നീട് ഇവിടെ വരുന്നത് ഒരു ബോക്സ് ആണ്. അവിടെ നമ്മൾ അപ്ലൈ വിത്ഡ്രോവൽ ടു ലോൺ എന്ന് കാണും. ഇത് ടിക്ക് ചെയ്താൽ ഈ എമൗണ്ട് അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റിൽ നിന്ന് കുറയുകയും അദ്ദേഹത്തിൻ്റെ ലോണിലേക്ക് വരവ് വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ മാത്രമേ ഈ ബട്ടൺ ടിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യാതെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഞാനത് ടിക്ക് ചെയ്താലുള്ള മാറ്റങ്ങൾ കൂടി കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. പ്ലീസ് കൺഫേം ദിസ് റിക്വസ്റ്റ് ഈസ് ഫോർ ക്ലോസിംഗ് ദി ലോൺ. ഇദ്ദേഹത്തിൻ്റെ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ റിക്വസ്റ്റ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോ എന്നടിച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ടിക്ക് ചെയ്തത് പോകും. അതേ സമയത്ത് നമ്മളിങ്ങനെ പോപ്പപ്പിൽ യെസ് എന്ന് കൊടുത്താൽ ഇവിടെ ടിക്ക് വരും. ഇങ്ങനെ ടിക്ക് വന്നാൽ ഈ റിക്വസ്റ്റ് സൊസൈറ്റി ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി ഈ വ്യക്തിയുടെ ഡെപ്പോസിറ്റിൽ നിന്ന് കുറയുകയും അതേസമയത്ത് അത് അദ്ദേഹത്തിൻ്റെ ലോണിലേക്ക് വരവ് വെക്കുകയും ചെയ്യും. അങ്ങനെയല്ല ഇദ്ദേഹം വിഡ്രോ ചെയ്ത് ക്യാഷ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇത് ടിക്ക് ചെയ്യാതെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ. എന്നിട്ട് ഇത് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ടിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇവിടെ സബ്മിറ്റ് വിത്ഡ്രോവൽ റിക്വസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് വിത്ഡ്രോവൽ റിക്വസ്റ്റ് ക്രിയേറ്റഡ് എന്നിവിടെ എഴുതി കാണിക്കും. എന്നുവെച്ചാൽ നമ്മുടെ വിത്ഡ്രോവൽ റിക്വസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇൻ്റർഫേസ് ഉണ്ടാവുക എന്ന് കരുതി നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. പിന്നെയും നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. പിന്നെയും നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് വിത്ഡ്രോവൽ റിക്വസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുക. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ രണ്ടാമതൊന്ന് ബാക്കോട്ട് പോയി ലോൺ റിക്വസ്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നാൽ നമുക്ക് നോക്കാം. ഡെപ്പോസിറ്റ് വിത്ഡ്രോവൽ എന്ന ടാബിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ഈ രീതിയിൽ വരുന്നതാണ്. ഓക്കെ. ഇവിടെ നമുക്ക് നമ്മുടെ റിക്വസ്റ്റ് നമ്പർ, അതുപോലെ തന്നെ റിക്വസ്റ്റ് ഡേറ്റ്, റിക്വയർഡ് ഡേറ്റ്, അതുപോലെ റിക്വസ്റ്റഡ് എമൗണ്ട്, അതുപോലെ സാങ്ഷൻ എമൗണ്ട് എന്നൊക്കെ കാണാം. സാങ്ഷൻ എമൗണ്ട് 0 ആയിട്ടാണ് കാണുക. കാരണം അത് സൊസൈറ്റി അപ്രൂവ് ചെയ്താൽ മാത്രമേ അവിടെ ആ എമൗണ്ട് കാണിക്കുകയുള്ളൂ. ആക്ടിവേറ്റഡ് ഡേറ്റ് അവിടെ കാണിക്കില്ല. അത് ആക്ടിവേറ്റ് ആകാത്തതുകൊണ്ടാണ്. പിന്നെ വിത്ഡ്രോവൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് അത് മുമ്പുണ്ടായിരുന്നൊരു ഓപ്ഷൻ കാരണമാണ് അത് നോ എന്ന് വന്നത്. പിന്നെ വിത്ഡ്രോവൽ ടു ക്ലോസ് ലോൺ എന്ന് നമ്മൾ ടിക്ക് ചെയ്തതായതുകൊണ്ടാണ് ഇവിടെ യെസ് എന്ന് വന്നത്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ ടിക്ക് ചെയ്ത് മുന്നോട്ട് പോയത്. പർപ്പസ് ഓഫ് വിത്ഡ്രോവൽ ലോൺ റീപേയ്മെൻ്റ് ആണ് നമ്മൾ കൊടുത്തത്. അതിവിടെ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് പെൻഡിങ് ആണ്. ഓക്കെ. ഇനി താഴത്തൊരു ബട്ടൺ കൂടി നമ്മൾ കാണുന്നുണ്ട്, ക്യാൻസൽ വിത്ഡ്രോവൽ റിക്വസ്റ്റ്. ഇത് നമ്മുടെ ടീം ലീഡർ അപ്രൂവൽ ചെയ്യുന്നവരെ ഈ ഒരു ബട്ടൺ ഇവിടെ ഇങ്ങനെ കാണും. അപ്പോൾ നമുക്ക് ഈ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ, ടീം ലീഡർ അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ ക്യാൻസൽ വിത്ഡ്രോവൽ റിക്വസ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ റിക്വസ്റ്റ് ക്യാൻസൽ ആവും. ഓക്കെ. വിത്ഡ്രോവൽ റിക്വസ്റ്റ് ക്യാൻസൽഡ് എന്നവിടെ എഴുതി കാണിക്കണം.
ഇനി നമ്മൾ ഒന്നുകൂടി റിക്വസ്റ്റിൽ പോയി വിഡ്രോവൽ എന്ന ടാബ് എടുത്തു കഴിഞ്ഞാൽ പുതിയ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുക. ഓക്കെ.